പാലക്കാട് രമേഷ് പിഷാരടി ജയിച്ചതിൽ കുരുപൊട്ടിയ ചില കമ്മി ചേട്ടന്മാർ പാർട്ടി ഓഫീസിന് പരിസരത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് സോഡാക്കുപ്പി വലിച്ചെറിയുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആക്രമണം അഴിച്ചുവിട്ടു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത്രയും ദിവസവും ഭരണത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഭരണത്തിൽ നിന്ന് ഇറങ്ങി ഇനി ആക്രമണമാണ്. കേരളത്തിന്റെ മുക്കും മൂലയിലും ഇവന്മാർ ആക്രമണം ഇനി അഴിച്ചുവിടും. ഇന്ന് തന്നെ നിങ്ങൾ നോക്കുക, ഇന്ന് തന്നെ ഈ തെമ്മാടിത്തരം വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ കാണിക്കുമോ? വേറെ ആരെങ്കിലും കാണിക്കുമോ? കൊച്ചു കുട്ടികൾ ആ റോഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇവന്മാർ ഈ എറിയുന്നത് എന്തിനാ? ഈ എറിയുന്നവന്റെയൊക്കെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആ പുറത്തുണ്ടായിരുന്നെങ്കിൽ, അവരുടെ ദേഹത്ത് കൊണ്ടായിരുന്നെങ്കിലും ഇവനൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി വൈരാഗ്യം, അതാണ് ഇവന്റെയൊക്കെ ഉള്ളിൽ. ഇവിടെ ഞാൻ സൈഡിൽ വിഷ്വൽസ് കാണിച്ചു തരാം. മെയിൻ സ്ട്രീം ചാനലുകൾ ഈ ഒരു വാർത്ത അധികം അങ്ങോട്ട് ആഘോഷിക്കുന്നത് ഇതുവരെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് മെയിൻ സ്ട്രീം ചാനലുകൾ വലിയ വാർത്തകളായി കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുമായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ വാർത്തയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഓൺലൈൻ മീഡിയാസിന്റെ അങ്ങനെയാണ് ഞാൻ ഈ വിഷ്വൽസ് കാണാൻ ഇടയായത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിൽ ആദ്യമേ വന്നത് ഇതായിരുന്നു, ഇനി ആക്രമണമാണ്. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആക്രമണത്തിന്റെ കാലങ്ങളാണ്, സമരങ്ങളുടെ കാലങ്ങളാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അത്രേ ഉള്ളൂ. ആ ഒരു ഒറ്റ ഉത്തരേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നേടിത്തരാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എവിടേക്കോ അങ്ങോട്ട് തിളച്ചു കയറി നല്ല രീതിയിൽ, അടി തൊട്ട് മുടി വരെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തിളച്ചു കയറി. എന്തിനാണ് ഇവന്മാർക്ക് ഇത്ര കുത്തി സോക്കേട്? എന്തിന്? രമേഷ് പിഷാരടി ജയിച്ചു, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അയാൾ ചെയ്യട്ടെ, അങ്ങനെ അങ്ങോട്ട് വിട്ടാ പോരെ? 10 വർഷം മുടിപ്പിച്ചില്ലേ കേരളം? പിണറായിസം കാണിച്ച് നരകിപ്പിച്ചില്ലേ കേരളത്തിലെ ജനങ്ങളെ? ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതിന് ഇത്ര അങ്ങോട്ട് തിളച്ചിട്ടൊരു കാര്യമില്ല. മനസ്സിലായോ? നാണം കെട്ട തോൽവി. അത് മേടിച്ചിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ചില ചേട്ടന്മാർക്ക്. നിങ്ങൾ രമേഷ് പിഷാരടി ആ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ബോധമുണ്ടോ? നല്ല 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 എങ്ങനെ ആളുകളോട് ഡീൽ ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. മനസ്സിലായില്ലേ? എങ്ങനെ ആളുകളെ, ബ്രില്യൻ്റാ പുള്ളി, എങ്ങനെ ആളുകളോട് സംസാരിക്കണം എന്ന് വ്യക്തമായി ജനങ്ങളിലേക്ക് എന്തെത്തിക്കണമെന്ന് പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരു MLA ആണ് രമേഷ് പിഷാരടി എന്ന് വ്യക്തമായി അയാൾ ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നില്ല, ഓൺലൈൻ വീഡിയോയുടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കൂ, വളരെ കുറച്ചേ ഞാൻ കേൾക്കുന്നുള്ളൂ. വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് കേൾപ്പിക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ആക്രമണമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്ന് പറയുന്നൊരു സാധനം കാണാം, പറ്റിയാൽ ക്ലിക്ക് ചെയ്തു ധൈര്യത്തോടെ. എന്നിട്ട് ഈ സാധനം ഒന്ന് കേട്ടോ. മികച്ച വിജയമാണ് പാലക്കാട് എന്ന് മാത്രമല്ല, മികച്ച വിജയമാണ് കേരളത്തിൽ എന്ന് തിരുത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ജനങ്ങളെ നമ്മൾ മാനിക്കണം, ജനങ്ങളെ ഏറ്റവും മുന്നിലുള്ളവരായി കാണണം. അവരാണ് നമുക്ക് അധികാരം തരുന്നതെന്നും നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളെ അല്ല ഭരിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യവും എല്ലാ ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. വലിയ സന്തോഷം പാലക്കാടുള്ള ഓരോ ജനങ്ങളോടും. എന്നെ ഈ ഒരു ദൗത്യം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമ്പോൾ ഞാൻ തന്നെ ആയി. ബാക്കി കേൾപ്പിക്കാമേ. പുള്ളി പറഞ്ഞത് ഈ നാട്ടിലെ ഓരോ മലയാളിയും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ അതല്ലേ സത്യം? നമ്മുടെ തലേ കയറി മുടി വെട്ടാൻ നിൽക്കുന്ന ഒരു നേതാവിനെ നമുക്ക് വേണ്ട. നമ്മൾ മടുത്തു. മനസ്സിലായോ? ജനമാണ് ഏതൊരു നേതാവിനെക്കാട്ടിലും മേളിൽ. അത് അങ്ങനെ ആയിരിക്കണം. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേതാക്കന്മാർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ജനങ്ങൾ ചോദിച്ചാലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചാലോ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരുത്തനെ വേണ്ട. അത് ജനങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. എവിടെ കാണാൻ പോലും ഇല്ല, ഒരു അക്ഷരം മിണ്ടാനെങ്ങും കാണുന്നില്ല. വരരുത്. ഇനി ഒരു മീഡിയയുടെ ഫ്രണ്ടിലേക്കും വരാതിരിക്കുക. ഇത്രയും കാലം ജനങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആട്ടും തുപ്പും വരാതിരിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. ഇനി ഇറങ്ങും. ഇനി ഉറപ്പാണ്, നിങ്ങൾ കണ്ടോണം. ഇനി കേൾക്കാത്തയും കാണാത്തയും കാര്യത്തിന് വരെ ഇടപെട്ട് സംസാരിക്കാനായിട്ട് മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. ആട്ടും ജനങ്ങൾ. മനസ്സിലാക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ ഒരു പ്രസ്ഥാനത്തോട് ഇന്നും ബഹുമാനമാണ്.
ഈ പിണറായി അങ്ങനെ തന്നെ പറയും, ആ സുന്ദര കില്ലാടി വന്നതിന് ശേഷം ആ ഒരു ബഹുമാനം പോലും പല ആളുകൾക്കും ഇല്ലാതായിപ്പോയി. ആ ഒരു പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതെ ആയിപ്പോയി. ഈ ഒരൊറ്റ വ്യക്തി കാരണം മാത്രമാണെന്ന് ഞാൻ പറയും. നമുക്ക് ബാക്കി കേൾക്കാം. തീരുമാനിച്ച നേതൃത്വത്തിനും പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ ഒപ്പം പ്രവർത്തിച്ച കുറേയധികം ദിവസം ഒപ്പം ഊണും ഉറക്കവും ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച പ്രവർത്തകർ, പിന്നെ ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും എല്ലാം പിന്തുണച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള അഗൈതവുമായ നന്ദി പറയാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഹൃദയംഗമമായ നന്ദി എല്ലാവർക്കും. അതെ, ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. വന്ന് ഇറങ്ങും പറയാം എത്ര കിട്ടും എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ. അത് പറഞ്ഞു, ശരിയായല്ലോ, അത് ശരിയായല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ. അതെ, ഞാനതാ പറയാം. അടുത്ത തെരഞ്ഞെടുപ്പിന് പറയും എത്ര വോട്ടിന് ജയിക്കുന്നു പറയും. നേരത്തെ മനസ്സറിഞ്ഞ് അങ്ങനെ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതെ, ഞാൻ ആദ്യം പറഞ്ഞ അതാ, ജനമനസ്സറിയുക, ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളെ വലിയവരായി തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം, അവരാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നുള്ള ബോധ്യം ഓരോ നിമിഷവും ഓരോരുത്തരും ഓരോ പൊതുപ്രവർത്തകനും മനസ്സിൽ ഓർക്കണം എന്ന് വിളിച്ചു പറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. പിഷാരടി പറഞ്ഞതൊക്കെ വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു നേതാവാണെങ്കിൽ അവന് നിലനിൽപ്പുണ്ട്. പിന്നെ ഈ പറയുന്നതൊക്കെ വെറുതെ ഡയലോഗടി മാത്രമായി പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടെ വന്ന പല നേതാക്കന്മാരും ഇതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. പിന്നെ ജനങ്ങളോട് പുച്ഛമാ. മനസ്സിലായില്ലേ? രമേശ് പിഷാരടി അങ്ങനെയുള്ളൊരു വ്യക്തി ആവാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. മനസ്സിലായോ? ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ഒരു നേതാവായി നിന്ന് കഴിഞ്ഞാൽ എന്നും ജനങ്ങൾ രമേശ് പിഷാരടിയുടെ കൂടെ തന്നെ കാണും. ഉറപ്പല്ലേ? അല്ലാതെ വെറും ഡയലോഗടി, ഈ ഡയലോഗടിയിലൊന്നും ജനങ്ങൾ ഇനിയും വിശ്വസിക്കില്ല. കാരണം കുറേ നമ്മൾ കണ്ടതാ, കുറേ കേട്ടതാ. LDF വരും, എല്ലാം ശരിയാകും എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ട് ഞങ്ങളൊരു ശരിയാകലും കണ്ടില്ലടേ. കണ്ടോ നിങ്ങളാരെങ്കിലും? ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്ററൊക്കെ കണ്ടു, മറ്റേ വലിയ ഫ്ലക്സ് ഒക്കെ തുടരുമെന്ന് തുടർന്നത് തന്നെ. ബാക്കി കേൾക്കാം. തടയുന്ന ഒരു പരിപാടി വരെ ഉണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ടോ? ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരം ചെയ്തികൾക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇനി ഞാനത് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മറുപടി അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം ജനാധിപത്യ മൂല്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ആഘോഷമോ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടു തവണയും പാലക്കാട് കോൺഗ്രസിന് MLA ഉണ്ടായിരുന്നെങ്കിൽ പോലും ഭരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു വികസനങ്ങൾ കൊണ്ടുവരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു പാലക്കാട്. ഈ തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടോ? നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വളരെ പ്രതിജ്ഞാബദ്ധമായി വളരെ ശ്രദ്ധയോടെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ആയിക്കോട്ടെ. ഓക്കെ. പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇന്നലെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് പോലും ആ വ്യക്തി പാലക്കാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ മനസ്സിലായോ? രമേശ് പിഷാരടി ആ സ്ഥാനത്തേക്ക് വരുന്നു. നല്ല നല്ല കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, പറ്റട്ടെ എന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പാലക്കാട് വിടുന്നു, രമേശ് പിഷാരടിയെ വിടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെ നമ്മൾ വിടുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ഇനി എന്തൊക്കെ ആക്രമണം അത് നിങ്ങൾ ഉറപ്പിച്ചോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി മുന്നോട്ട്. മര്യാദയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കാൻ സമ്മതിക്കും ഇവന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ഹർത്താലുകൾ, ഇഷ്ടം പോലെ പ്രകടനങ്ങൾ, തുര നോക്കിക്കോ നിങ്ങൾ, ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ആ ഒരു അധ്യായം അങ്ങോട്ട് മാറ്റി വെക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി വേറൊരു ചേട്ടനെ പറ്റി പറയണേ, അതും കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോകാം. അഖിൽ മാരാർജി ആരും ഇന്നെങ്കും പറയുന്ന കേട്ടില്ല. ട്രോളന്മാർ മാത്രം അവിടെ ഇവിടെയൊക്കെ ഇട്ട് ട്രോളി പോകുന്നതേ ഉള്ളൂ, അല്ലാതെ മെയിൻ സ്ട്രീം ചാനലുകാർക്ക് പോലും വേണ്ട. പിടികിട്ടിയോ? നാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നാറിപ്പോയ ഒരു വ്യക്തിയാണ് ഈ ഇലക്ഷൻ കാരണം അഖിൽ മാരാർജി. ഇനിയും ഡയലോഗ് അടിച്ചുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ പട്ടിയുടെ വില പോലും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ചേട്ടൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു ക്ലിപ്പ് ഈ ഇലക്ഷൻ്റെ പ്രചരണ സമയത്ത് നമ്മുടെ മമ്മൂക്കയല്ലല്ലോ സുരേഷ് ഗോപി ചേട്ടനെ നിർത്തിക്കൊണ്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടോണേ. അതിനുള്ള ഉത്തരവും ചേട്ടന് കിട്ടി. കർമ്മ ഫസ്റ്റ് ഇതൊന്ന് കണ്ടു. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കേട്ടല്ലോ. ഇതിനുള്ള മറുപടി ചേട്ടൻ അധികം വൈകിയില്ല. ഒരു മാസത്തിനിപ്പുറം അരുൺകുമാർ വായിച്ചു നല്ല രീതിയിൽ തന്നെ. എങ്ങനെയാണെന്നല്ലേ കേട്ടോ.
24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020 വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. ഈ അരുൺകുമാറിനെ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അഖിൽ മാരാർജി, കിട്ടാനുള്ളതെല്ലാം കിട്ടിയില്ലേ? താഴത്തുനിന്ന് മേപ്പോട്ട് പോകുമ്പോൾ വോട്ടിങ് കിട്ടിയതൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ചേട്ടാ നാണം കെട്ട് നാറി. ഇനിയും ഡയലോഗ് അടിച്ച് ഇറങ്ങരുത് സമൂഹ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ ഉദ്ധരിക്കാൻ. ആദ്യമേ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക. ഇനി അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ വീണ്ടും കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ടോ ചാടി കയറാൻ പോകരുത്. ഇപ്പോൾ ഉള്ള പാർട്ടിയിൽ തന്നെ നിന്നൊന്ന് മത്സരിച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ വോട്ടൊന്ന് പിടിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ വില നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത് കേട്ടല്ലോ, അല്ല നേരത്തെ പറഞ്ഞതും നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവിടെ വിലയുണ്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്? താഴെ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് പറ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.